നമ്മുടെ മമ്മൂക്ക സിനിമയിൽ വരുമ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്നേ കണ്ടില്ലേ? മമ്മൂക്കയുടെ കോലം കണ്ടില്ലേ? ഇദ്ദേഹം അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കുമ്പോൾ മഞ്ചേരി കോടതിയിൽ അപ്പം ഇങ്ങനെയൊക്കെ ഇരുന്നിരുന്ന ആൾ ഇതിന് ശേഷം ഈ കോലത്തിൽ തന്നെ സിനിമയിൽ അഭിനയിച്ച് ഗ്ലാമർ കൂടി അങ്ങനെ ഇപ്പം 73 വയസ്സായിരിക്കുന്ന ആൾ കണ്ടാൽ 73 വയസ്സ് തോന്നില്ല. കാരണം പുള്ളി ശരീരമൊക്കെ അതുപോലെ ആക്കി ശ്രദ്ധിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോ നമ്മുടെ പ്രേം നസീർ സാർ സിനിമയിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത്? എന്ത് ഭംഗിയാന്ന് നോക്കി, എന്ത് തേജസ്സാന്ന് നോക്കി, മുഖത്തേക്ക് നോക്കി. പക്ഷേ ഇദ്ദേഹം ഒരു 50-55 വയസ്സായി കഴിഞ്ഞപ്പോൾ നായകസ്ഥാനത്തുനിന്ന് മാറി അഭിനയിക്കേണ്ടി വന്നു. മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ ഒരു 50-55 വയസ്സ് ആയിക്കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെയായി, നല്ല ഗ്ലാമറായി. കാരണം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതയും പ്രേം നസീർ സാറിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതയും വ്യത്യസ്തതയാണ്. കാരണം രണ്ടുപേരും വളരെ സൂക്ഷിച്ചാണ് ഭക്ഷണക്രമങ്ങളൊക്കെ കഴിച്ച ആൾക്കാരാണ്. അന്നത്തെ കാലഘട്ടത്തിൽ പ്രേം നസീർ സാറിനെ പറ്റി പറയുമ്പോൾ അന്നത്തെ നടന്മാരിൽ ഭൂരിപക്ഷം ഇതുപോലെ ശ്രദ്ധിക്കാത്ത ആളുകളാണ്. മദ്യപാനം അതുപോലെ സിഗരറ്റ് വലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ശരീരം ശ്രദ്ധിക്കാത്ത ആളുകളായിരുന്നു ഭൂരിപക്ഷം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു പ്രേം നസീർ സാറ്. പിന്നെ പ്രേം നസീർ സാറ് അന്ന് ഈ മദ്യപാനം അതുപോലെ പുകവലിയൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പിന്നെ അതുപോലെ ഭക്ഷണക്രമങ്ങളൊക്കെ ഏതാണ്ട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളല്ല. എല്ലാ ഭക്ഷണത്തിനെയും കുറ്റം പറയാതെ ഭക്ഷണം കഴിക്കുകയും അതുപോലെ അന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി മോരും വെള്ളം കുപ്പിയിൽ കൊണ്ടുവന്ന് അങ്ങനെ കാറിൽ വെച്ചിരിക്കുകയാണ്. വെള്ളത്തിന് പകരം അന്ന് മോരും വെള്ളമൊക്കെയാണ് അദ്ദേഹം കഴിക്കുന്നത്. അത് വയറിന് നല്ലതാണ് എന്നൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. പുള്ളി എല്ലാ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇതുപോലെ വാരി വലിച്ച് ഭക്ഷണം കഴിച്ച കുടന്ത വയറൊന്നും ഒരുപാട് ഉള്ള ആളല്ലായിരുന്നു. അന്ന് മിക്ക ആളുകൾക്ക് ഇപ്പോൾ സോമൻ അതുപോലെ സുകുമാരൻ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുടന്ത വയർ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ മധു, ഉമ്മർ ഇവർക്കൊക്കെ നല്ല കുടന്തയുള്ള ആളായിരുന്നു. പക്ഷേ അന്നും പ്രേം നസീർ സാറ് ഇതുപോലെ അധികം കുടന്തയൊന്നും ഇല്ലാതെ നല്ല സ്ലിമ്മ് പോലെ തോന്നിക്കുമായിരുന്നു അദ്ദേഹത്തിനെ കാണുമ്പോൾ. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആളായിട്ടൊന്നും നമ്മൾ അറിയപ്പെട്ടിട്ടില്ല. അപ്പം മമ്മൂട്ടിയൊക്കെ എക്സസൈസ് ചെയ്യുന്ന ആയിരുന്നു. ഈ അടുത്ത കുറച്ച് കാലം ഒരു 40-45 വയസ്സ് വരെയും ഇതുപോലെ മമ്മൂട്ടിയും അത്ര ശ്രദ്ധിക്കുന്ന ആളല്ലായിരുന്നു. പുള്ളി ഭയങ്കര ചെയിൻ സ്മോക്കറായിരുന്നു. ഉപഹാരം സിനിമയുടെ ഷൂട്ടിങ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൽ ഡോക്ടറുടെ വേഷത്തിലാണ് പുള്ളി അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടറുടെ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ പുള്ളി ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നിലത്ത് നിൽക്കുകയാണ്. അന്ന് പുള്ളി മോളിൽ ഇരുന്നിട്ട് സിഗരറ്റ് ഇങ്ങനെ പുറത്തേക്ക് ഞങ്ങളെ നോക്കി മോളിൽ നിന്ന് പുറത്തേക്ക് ജനൽ തുറന്ന് ഷൂട്ടിങ് അല്ലാത്ത സമയത്ത് ഇങ്ങനെ അവിടെ ഇരിക്കും റെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ വിൽസ് വലിച്ച് പകുതി അമ്മ കളയും, എന്നിട്ട് വീണ്ടും വലിക്കും. അങ്ങനെ തുടരെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഭയങ്കര ചെയിൻ സ്മോക്കറായിരുന്നു ഈ മമ്മൂക്ക. അന്നത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി പെട്ടിയിലൊക്കെ ഇങ്ങനെ ഒരു ടിന്നിലൊക്കെ സിഗരറ്റ് കൊണ്ട് നടക്കുമായിരുന്നു അന്ന്. അപ്പോൾ എപ്പോഴും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ ഒരു 40-45 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ മദ്യപാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സിഗരറ്റ് വലിയും കൊണ്ട് പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പുള്ളി നിർത്തി. പിന്നെ പതുക്കെ എക്സസൈസുകൾ അതുപോലെ മറ്റേ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ വാരി വലിച്ച് തിന്നാതെ ചിലപ്പോൾ സെറ്റിലൊക്കെ പച്ചക്കറിയൊക്കെ നുറുക്കി കൊടുന്ന് കഴിക്കും. അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ച് പോകുന്നത് കൊണ്ട് ശരീരത്തിന് ഒരു 73 വയസ്സായിട്ട് നായകനായിട്ട് നിൽക്കുകയാണ്. പ്രേം നസീർ സാറ് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞതോടുകൂടി പുള്ളിക്ക് ഷുഗർ പിടിച്ചു. ഈ ഷുഗർ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണക്രമങ്ങളിലൊക്കെ മാറ്റങ്ങൾ പുള്ളി കാര്യമായിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കും. അപ്പോൾ ശരീരത്തിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചു. പുള്ളിയുടെ ആ പഴയ സൗന്ദര്യത്തിനൊക്കെ ഇടിവ് സംഭവിച്ചു. ആ ഇടിവ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നായകസ്ഥാനത്തുനിന്ന് പിന്നെ മമ്മൂട്ടി കണ്ടിന്യൂ ചെയ്യണമാതിരി ചെയ്യാൻ പറ്റില്ല. കാരണം പ്രായം എടുത്ത് കാണിച്ചു തുടങ്ങി. അപ്പോൾ അത് പ്രശ്നമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക്
ആ പ്രായമായപ്പോഴത്തേക്ക് നായകസ്ഥാനത്ത് നിന്ന് മാറി. പിന്നെ ഈ പറഞ്ഞാൽ പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കുറേ നാൾ കഴിയുമ്പോൾ എന്തോ അസുഖമായിട്ട് അഡ്മിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ അസുഖം മാറി, ഷുഗർ കൂടിയുണ്ടാവും, അങ്ങനെ മാറി വരാതിരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് സന്ദർശകരിൽ നിന്ന് ആരോയിൽ നിന്നും അഞ്ചാമിനെയോ മറ്റോ പിടിച്ചിട്ടാണ് പുള്ളി വിട പറഞ്ഞത്. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ പണ്ട് ഈ പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നസീർ സാറ് ഈ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ വിറ്റാമിൻ ഗുളികൾ അധികം കഴിക്കുമായിരുന്നു. അപ്പോൾ ഈ വിറ്റാമിൻ ഗുളികൾ കഴിച്ചാൽ അതിൻ്റെ തോടുകൾ വയറ്റിൽ അടഞ്ഞുകൂടി വേണം പുള്ളിക്ക് പ്രശ്നമായെന്നൊക്കെ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടോ, അങ്ങനെ കഴിക്കാറുണ്ടോ എന്നും നമുക്കറിയില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നസീർ സാറിന് ആ സ്ഥാനത്ത് മാറേണ്ടി വന്നത്. പക്ഷേ നസീർ സാറ് 600 ജില്ലാൻ സിനിമകളിൽ ഏതാണ്ട് 700 സിനിമയുടെ അടുത്ത് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാൾ, അത് ഗിന്നസ് ബുക്കിൽ കയറിയിരിക്കുകയാണ്. അത്രയും സിനിമയിൽ നായകനായിട്ടൊന്നും ഇനി ഈ ലോകത്ത് ആർക്കും അഭിനയിക്കാൻ പറ്റിയിട്ടുമില്ല. അത് വേറൊരു കാര്യം. എന്നാലും ഈ പ്രായമായി കഴിഞ്ഞപ്പോൾ മാറി എന്ന് മാത്രം. മമ്മൂട്ടി 73 വയസ്സായിട്ടും നായകസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കൊരു അസുഖം വന്നിട്ട് പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്. അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ അടുത്തെല്ലാം പറയും, നസീർ സാറിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിനെ പറ്റി സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രായമായിട്ടും പുള്ളിയുടെ പ്രായം എടുത്ത് കാണിക്കാതെ പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല പുള്ളിയുടെ ഫുഡ് ഭയങ്കര കൺട്രോളിങ് ആണ് എന്നൊക്കെയാണ് ഭയങ്കര സംസാരങ്ങൾ. എപ്പോഴും ഒരു മാതൃക ആയിട്ട്, അതായത് ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒരു മാതൃക ആയിട്ടുള്ള ഒരാളെന്ന് മമ്മൂട്ടിയാണ്. അത് പുള്ളിക്കാരൻ ഭക്ഷണം ഭയങ്കര കൺട്രോളിങ് ആണ്, ഭക്ഷണം എല്ലാം കഴിക്കില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ചർച്ചയും സംസാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറേയൊക്കെ ശരിയായിരിക്കും. കുറേ കാര്യങ്ങളും പുള്ളി എല്ലാ ഭക്ഷണവും കഴിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അറിവ്. പക്ഷെ അത് വാരി വലിച്ചതുപോലെ കഴിക്കാതിരിക്കുകയും പിന്നെ എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ കൊണ്ട് ആ ബോഡീനെ പിടിച്ചിരുത്തി, പിന്നെ അതുപോലെ ഇപ്പോൾ ഈ തൊലി ചുളുങ്ങാതിരിക്കാവുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ. മുഖത്ത് ഈ ചുളുക്കൽ വരും, കണ്ണിൻ്റെ ഭാഗത്ത് മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നമ്മുടെ തൊലി പതുക്കെ ചുളുങ്ങാൻ തുടങ്ങും. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടും അതുപോലെ മുഖത്ത് കളറ് കുറയാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് പുള്ളിക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ മരം ചുറ്റി പ്രേമം കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ പുതിയ തീമുകൾ വരുന്നു. ആ തീം അനുസരിച്ചിട്ടുള്ള പടങ്ങളാണ് അവരൊക്കെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇന്നും നായകസ്ഥാനത്ത് ഈ പ്രായത്തിലും മമ്മൂക്കാക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ അസുഖം വന്നതിനെപ്പറ്റി പെട്ടെന്ന് വന്നപ്പോൾ ഈ ചർച്ചകളൊക്കെ ഇല്ലാതാവുകയാണ് അവിടെ. അപ്പോൾ അതിനകത്ത് വേറെ പ്രത്യേകതകളൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നേരത്തെ സിഗരറ്റ് ഒരുപാട് വലിച്ച ആൾക്കാർക്ക് ഇങ്ങനെ ഇതിൻ്റെ പ്രശ്നം കൊണ്ട് വരാമെന്ന് ഡോക്ടർമാർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, പുള്ളി കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വക അസുഖങ്ങളൊക്കെ വരാൻ വേറെ പല കാരണങ്ങളൊക്കെ ഉണ്ട്. അതാർക്കും വരാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും അങ്ങനെ പെട്ടെന്ന് വന്നത്. ഏതായാലും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രതീകാത്മകമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിനൊരു ചെറിയ മാറ്റം അവിടെ ആളുകളുടെ ഇടയിൽ, മമ്മൂക്കാക്ക് ഇങ്ങനെ വന്നു, മമ്മൂക്ക ഇത്രയും ശ്രദ്ധിച്ചിട്ട് വന്നു എന്നൊക്കെ പറയുന്ന ഒരു ആളുകൾ ഇഷ്ടം പോലെ ചർച്ചയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത്രയേ ഉള്ളൂ. അസുഖങ്ങൾ ഇപ്പോൾ ആർക്കും വരാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നീട്ടിക്കൊണ്ടുപോകാം. പിന്നെ പുള്ളി മമ്മൂക്കാനെ സംബന്ധിച്ച് ഇത് പ്രശ്നങ്ങളില്ലാതെ പെട്ടെന്ന് ക്ലീൻ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണല്ലോ. ഈ മമ്മൂട്ടിയും പ്രേം നസീറും തമ്മിലുള്ള ഇണക്കം, ഇപ്പോൾ മോഹൻലാലും ഒരു പരിധി വരെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രേം നസീർ സാറും സിനിമാ ലോകത്ത് ഒരു അത്ഭുത മനുഷ്യനായിട്ട് നിന്ന ആളാണ്. ഇതിനകത്ത് കണ്ടില്ലേ, മമ്മൂട്ടി അന്ന് സിനിമയിൽ ഇവരിവിടെ അഭിനയിക്കുമ്പോൾ പ്രേം നസീർ സാറിൻ്റെയും മധുവിൻ്റെയും മുഖത്ത് കണ്ടല്ലേ, മധു സാറിൻ്റെയും പ്രേം നസീർ സാറും ഇരിക്കുന്നുണ്ടല്ലേ രാജാക്കന്മാരമാര്. ശരിക്കും മമ്മൂട്ടി ബാക്കിലിരിക്കുന്നു. മമ്മൂട്ടി അന്ന് ആ മുഖത്തേക്ക് കണ്ടറിയാം, മമ്മൂട്ടി അന്ന് ഇവരോട് വളരെ ബഹുമാനത്തോടു കൂടി ഇരിക്കുകയാണ്. മമ്മൂട്ടി സിനിമാ ലോകത്ത് ഇത്ര ഉയർന്ന ആളാവുമെന്ന് ഒരു തോന്നലും മമ്മൂട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഇവരുടെയൊക്കെ മുന്നിൽ പുള്ളി വളരെ താഴ്ന്ന ഒരാളായിരുന്നു. അപ്പോൾ അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം സംഭവിച്ചില്ലേ.
അതുപോലെ നമുക്ക് പഴയ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ അടുത്താക്കി ആരും സംസാരിക്കാനൊന്നും അങ്ങനെ പോലെ പേടിയായിരുന്നു. കാരണം പുള്ളി ഭയങ്കര ഷൗട്ടായിട്ട് സംസാരിച്ച് കളയും. അങ്ങനത്തെ ഒരാളായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റം സംഭവിച്ചു. ഇപ്പോൾ പ്രായമായതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് ബുദ്ധിയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചാലും ആൾക്കാരുടെ വെറുപ്പ് ഉണ്ടാവാൻ പാടില്ല, നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യന്ന് പറയിക്കണം എന്നുള്ള രീതിയിൽ പുള്ളി മാറി. പ്രൈം മിനിസ്റ്റർ സാറിന് ഇന്ന് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ അന്നത്തെ നല്ല സ്വഭാവത്തെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ സാറിനെ പറ്റി ചർച്ച തന്നെ. ഇത്രയും നല്ലൊരു മനുഷ്യൻ സിനിമാ ലോകത്ത് ഉണ്ടായിട്ടില്ല. പുള്ളിയുടെ മറ്റുള്ള ആൾക്കാരെയൊക്കെ ആരെ അറിയിക്കാതെ സഹായിക്കുന്ന രീതി, അതുപോലെ എല്ലാ ലേറ്റ് ബോയ് അടക്കം എല്ലാ ആൾക്കാരോടും നന്നായിട്ട് പെരുമാറുന്ന രീതി എല്ലാം പ്രൈം മിനിസ്റ്റർ സാറിനെ പറ്റി ഇപ്പോൾ സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത്. സിനിമാ ലോകം മാത്രമല്ല, സിനിമാ ലോകം മറ്റുള്ള ആൾക്കാരോട് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മൊത്തം അങ്ങനെ ഒരു ചർച്ചയുണ്ട്. പുള്ളി അത്രയും നല്ല മനുഷ്യനായിരുന്നു എന്നുള്ള ഒരു ചർച്ചയുണ്ട്. മമ്മൂക്കാക്ക് ഇപ്പോഴത്തെ കുറേ നാൾ മുമ്പ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ മാറി മമ്മൂക്ക നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആളുകളുടെ സംസാരം. അപ്പോൾ ഇപ്പോൾ അസുഖം വന്ന പുള്ളി അഡ്മിറ്റായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ശരീരം നോക്കുന്ന രണ്ട് മാതൃകാ പുരുഷന്മാരാണ് ഇവർ. കാര്യം ഇവർ സിനിമ ലോകത്തൊക്കെ വന്നിട്ട് ഇതുപോലെ തെറ്റായ മാർഗങ്ങളിൽ നടക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ രണ്ടാളുകളാണ്. അപ്പോൾ ഇപ്പോൾ ഈ സിനിമാ ലോകത്ത് സംസാരം മമ്മൂക്കയുടെ അസുഖത്തെ പറ്റി ഇത്രയും ഇത് ശ്രദ്ധിച്ചിട്ട്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചാലും ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഏതായാലും പുള്ളി ഭാഗ്യവാൻ തന്നെയാണ്. ചെറിയൊരു ഇതിൽ കണ്ടുപിടിച്ച് പുള്ളിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയല്ലോ, അതുതന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ശരീരം നോക്കി സൗന്ദര്യം നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഇവരൊക്കെ സിനിമാ ലോകത്തെ പല ആൾക്കാരും മാതൃകയാക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്കൊക്കെ പല പ്രശ്നങ്ങളും സംഭവിച്ച് അസുഖബാധിതരായും നേരത്തെ ഈ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോയി. കഴിവുള്ള ആളുകളായിരുന്നു പലരും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇതിനകത്ത് മധുസാറിനെ പറ്റി പറയുമ്പോൾ സിനിമയിൽ, നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രായത്തിൽ നിലനിൽക്കുന്ന ഒരാൾ മധുസാറാണ്. അസോസിയേറ്റുമാർ കേട്ടിട്ടുണ്ട്. അതായത് മധുസാർ ഒരു 11 മണിയാകുമ്പോഴാണ് ഷൂട്ടിങ്ങിന് വരുള്ളൂ. പുള്ളി പറയും, എന്നെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ, റൂമിലൊന്ന് നേരത്തെ എന്നെ വിളിക്കരുത്, എനിക്ക് ദേഷ്യം വരും. അപ്പോൾ നേരത്തെയൊക്കെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞാൽ പുള്ളി വരുള്ളൂ ഷൂട്ടിങ്ങിന്. വേറെ കുറേ നേരം കിടന്ന് ഉറങ്ങണ ആളാണ്. കാരണം നേരം വെളുത്ത് അതിരാവിലെ എല്ലാവരും എണീക്കുന്ന മാതിരിയൊന്നും പുള്ളി എണീക്കില്ല. അങ്ങനത്തെ ഒരാൾ. പുള്ളി ഭക്ഷണക്രമത്തിനെ പറ്റിയൊന്നും ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. നല്ല സൈസായിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞാൽ നേരത്തെ എണീക്കില്ല. അത് ഇന്നും അങ്ങനെ തന്നെ പുള്ളി പറയുന്നുണ്ട്, ഞാൻ നേരത്തെ എണീക്കില്ല എന്ന്. എന്നിട്ട് പുള്ളിക്കാണ് ദീർഘമായിട്ട് ആയുസ്സോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മധുസാറാണ്. ഇതൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. മമ്മൂക്കയ്ക്ക് അസുഖം ഇങ്ങനെയുള്ള അസുഖം വന്നതിനെ പറ്റി ചില ആളുകൾ ഫസ്റ്റ് തന്നെ ഒരു ചാനൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ചാനലിനെതിരെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അയാൾ സത്യം തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, പ്രശസ്തരായിട്ടുള്ള ആളുകളുടെയൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ എല്ലാവരും അത് ചർച്ച ചെയ്യും. മറ്റുള്ള ആളുകളെ പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ മമ്മൂക്കക്ക് അസുഖം വന്നൊന്നും ആർക്കും ആഗ്രഹമില്ലല്ലോ. വന്നതിനെപ്പറ്റി വിഷമിച്ചിട്ടാണ് ആളുകളൊക്കെ അതിനെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹം കൊണ്ടാണ് ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. ആരും അദ്ദേഹത്തിന് അസുഖം മരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വരാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് ആ അസുഖം മാറി സിനിമാ സെറ്റിലേക്ക് വരട്ടെ എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.